സർക്കാരിന്റെ സമയം തീരെ ശരിയല്ലാന്ന് തോന്നുന്നു. അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് അച്ചട്ടാണ് കേട്ടാ. ഹൈ, ഇവിടുത്തെ സിസ്റ്റത്തിന്റെ കാര്യേ അതൊരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണണം. സിസ്റ്റം ശരിയല്ല, ആരോഗ്യ മേഖല തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു സിസ്റ്റവും ശരിയല്ല. ഇത്തവണ ലോട്ടറി അടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ആഭ്യന്തര വകുപ്പിനാണ്. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ബലാത്സംഗ കൊലപാതക കേസിലെ കൊടും കുറ്റവാളി, കേരളം അടിമുടി വെറുക്കുന്ന ക്രിമിനൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നു. വാവ്, ആഭ്യന്തര വകുപ്പിന് മറ്റൊരു പൊൻതൂവൽ കൂടി. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. എന്നാലും ഗോവിന്ദച്ചാമി എങ്ങനെയാ ജയിലിൽ ചാടിയത്? അതും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന്, അതും അതിസുരക്ഷാ ബ്ലോക്കിൽ നിന്ന്. അതീവ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ഒരു സിസ്റ്റം കൂടി തകരാറിലാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതിവേഗത്തിൽ സുരക്ഷാ വീഴ്ച നടത്താൻ പറ്റുന്ന സെല്ലിനെയാണോ അതിസുരക്ഷാ സെല്ല് എന്ന് പറയുന്നത്? ജയിലിലെ കമ്പി മുറിച്ച് പുറത്തിറങ്ങി വലിയ മതിലെ ചാടിക്കടക്കായിരുന്നു. ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി ഇതെങ്ങനെ ഒറ്റയ്ക്ക് ചെയ്തു? ശരി പോട്ടെ, കൊടുങ്കുറ്റവാളിയല്ലേ, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇതൊക്കെ ചെയ്യണ സമയത്ത് ജയിൽ മേധാവികളൊക്കെ എവിടെ പോയി? സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ 5 മണിക്കാണ് ജയിലധികൃതർ അറിഞ്ഞത്, 7 മണിക്കാണ് പോലീസ് അറിഞ്ഞത്. അത് പിന്നെ നല്ല മഴയും തണുപ്പൊക്കെയല്ലേ, സാറുമാർ ഉറങ്ങിപ്പോയിട്ടുണ്ടാവുന്നേ. അപ്പോഴത്തേക്കും വിമർശനമായിട്ട് വരുന്നത് എന്തിനാ? നാട്ടുകാരുടെ സഹായത്തോടെയാണെങ്കിലും വിത്തിൻ മണിക്കൂർ ഗോവിന്ദച്ചാമിനെ പിടികൂടിയില്ലേ, സന്തോഷായില്ലേ? ഇനി എല്ലാരും പിടിഞ്ഞു പോയട്ടെ. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. സാകളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇങ്ങനെ ഒരു നാണം കെട്ട, ഒരു കഴിവ് കെട്ട ഒരു സർക്കാർ, ഇതിനെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കണം. ഇതിനെക്കുറിച്ച് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. അതിന് ഞാൻ പറയുന്നു, ആ ജയിലിൽ തന്നെ അതിനുള്ള സംവിധാനം അല്ലെങ്കിൽ സംവിധാനം ഉണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ജമ്മി. കുറെ ദിവസത്തെ പ്ലാനിങ്ങിനൊടുവിലാണ് ഗോവിന്ദച്ചാമി ജയിലാടിയത്. ജയിലിന്റെ കമ്പി തുരുമ്പെടുക്കാൻ വേണ്ടി ഉപ്പിടുന്നു, എന്നിട്ട് അത് മുറിച്ചു മാറ്റുന്നു. പിന്നെ കണ്ടമാനം ഹൈറ്റുള്ള മതില് തുണി കെട്ടി ചാടി കിടക്കുന്നു. അപ്പോഴും നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിൽ ഉറങ്ങുകയായിരുന്നു സുഹൃത്തുക്കളെ, ഉറങ്ങുകയായിരുന്നു. ഒരു സുരക്ഷാ വീഴ്ചയില്ല. എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ട് കാര്യമല്ല. ഗോവിന്ദസ്വാമി കേരളത്തിലെ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ലല്ലോ. ഗോവിന്ദച്ചാമിക്ക് എന്തോ അമാനുഷിക ശക്തി ഉണ്ട്. ഒറ്റ കൈയും വെച്ച് അയാൾ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അമാനുഷിക ശക്തി ഉള്ളതുകൊണ്ടല്ലേ? അത് വെറും ഗോവിന്ദച്ചാമിയല്ല, മിന്നൽ ഗോവിന്ദച്ചാമിയാണ്. അതിന് ആഭ്യന്തര വകുപ്പിന് കുറ്റം പറഞ്ഞിട്ട് എന്തുട്ടാ കാര്യം? ഇതിപ്പോ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിനെ പിടിച്ചത് കേന്ദ്ര ഏജൻസി ഒന്നല്ലോ, ഇവിടുത്തെ ജയിൽ സിസ്റ്റം അല്ലേ. അപ്പൊ അത് ആഭ്യന്തര വകുപ്പിന്റെ നേട്ടല്ലേ? ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള നടപടികൾ ഉണ്ടാവും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല. പിന്നല്ല, കൈമലർത്താനും ക്യാപ്സൂൾ ഇറക്കാനും നമ്മുടെ കോംറേഡ്സിനെ കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂന്ന് ഇവര് അറിയാണ്ട് പോയി. സില്ലി പീപ്പിൾസ്. ജയിലിൽ ആടുന്ന ആളുടെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അയാൾക്ക് അവൈലബിൾ ആയിരുന്നു. അയാൾക്ക് അവൈലബിൾ ആയിരുന്നു. അത് പിന്നെ ജനമൈത്രി എന്ന് പറയുമ്പോ അങ്ങനെയല്ലേ വേണ്ടത്? എന്താ സാർ, ജയിൽ വകുപ്പും ആഭ്യന്തര വകുപ്പും കൂടുതൽ നന്നായി പോയോ? മറ്റേ ടാർസന്റെ സിനിമയെ പോലും നമ്മൾ കണ്ടിട്ടില്ല. ടാർസൻ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെയാണ് ഗോവിന്ദച്ചാമി ചാടിയത്. എല്ലാ സൗകര്യവും. അവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യമൊന്നേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഫുഡും മോശം, ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റം. ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ഇതല്ല. സിസ്റ്റം ശരിയല്ലെങ്കിൽ എന്താ സതീശേട്ടാ? എല്ലാരും കൂടി ചേർന്ന് പ്രതിനെ പിടിച്ച ശേഷം മാസായിട്ട് സ്ലോ മോഷനിൽ റീലിറക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. മിടുക്കന്മാരാകുമ്പോ നമ്മളും മിടുക്കന്മാരാണ്. ഈ മിടുമിടുക്കന്മാരെ കൊണ്ട് തോറ്റു. നിങ്ങളുടെയൊക്കെ മിടുമിടുക്ക് കാരണം നമ്മുടെ ഉള്ളിലെ തീയാണ്. ഇത്രയും അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്ന് ഇങ്ങനെ ഒരു കൊടും ക്രിമിനൽ ചാടിപ്പോയത് എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിലുണ്ടാവണ ഈ പേടിയുടെ ഉത്തരവാദി ആരാണ്? അതെ, റീൽസ് എടുക്കലും പോസ്റ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആശങ്കകൾ കൂടി പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം.